രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചത് ആരാണെന്നറിയില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇങ്ങനെ ചെയ്തത്. രാഹുലിന് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ. തമാശ ഇക്ബാൽ പറഞ്ഞ ഈ പാർട്ടിയിൽ ആരാണെന്ന് എനിക്കേ അറിയില്ല. ഇക്ബാൽ പറയുന്ന ആള് ഇക്കു പറയുന്ന ഒരാളാണ്. അവൻ വാൾ പോസ്റ്റും മറ്റേ കാട്ടിത്തൊക്കെ ഫ്ലെക്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. അല്ലാതെ അയാളൊക്കെ ഒരു നേരത്തെ ആയിരുന്നു, ഇപ്പോൾ ഇല്ല, പാർട്ടിയിലല്ല. പിന്നെ രാഹുലിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലല്ല, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്കാരനല്ല. എല്ലാതൊന്നും അദ്ദേഹം ഡിസ്മിസ് പോലും ചെയ്തിരിക്കുന്നു. അത് കാരണം അദ്ദേഹത്തെ വരാൻ ഞങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല, പോകാൻ നമ്മൾക്ക് അറിയിക്കേണ്ട, എവിടെ പോകുന്നു നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. എവിടെ ആരാണ് ജില്ലാ സെക്രട്ടറി? ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയില്ല, അവൻ നേരത്തെ ആയിരുന്നു, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അയാൾ ഫ്ലെക്സ് ബിസിനസ്സും മറ്റുമായിട്ട് വാൾ പോസ്റ്റും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ടപ്പോൾ ചില ആരാണ് നിങ്ങൾ പറയുന്നത്? ആ പറയുന്ന വ്യക്തി കണ്ടപ്പോൾ ഞങ്ങൾക്ക് പോലും അറിയാത്ത ഒരാളെ. ഒരു കാര്യമുണ്ട്, രാഹുലിന് ഒരു വിധത്തിലും കോൺഗ്രസ് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കില്ല. ഔദ്യോഗികമായിട്ടുള്ള ഒരാൾ പോകില്ല. നിങ്ങൾക്ക് പോയെങ്കിൽ അത് നടപടി എടുക്കുകയും ചെയ്യും. ഇയാളെ എനിക്ക് തിരിച്ചറിയില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള് എനിക്ക് പോലും ധാരാണ് എന്ന് അറിയില്ല. അങ്ങനെ ഒരാളെ കൊടുത്തു പറഞ്ഞാൽ വഴി പോണവർ പലതും ചെയ്തു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കില്ല. ഉറപ്പായെടുക്കും. കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ടവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ ബന്ധങ്ങളൊക്കെ വേറെ കേട്ടോ, അല്ലാതെ ഔദ്യോഗികമായിട്ടോ മറ്റോ ബന്ധപ്പെട്ടെങ്കിൽ 100% നടപടി. സിപിഎമ്മും ബിജെപിയും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ വ്യാപക അക്രമം നടത്തിയതായി തങ്കപ്പൻ ആരോപിച്ചു. വണ്ടാഴിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട്ടിലും കോട്ടായിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലും വലിയ ആക്രമണമാണ് സിപിഎം നടത്തിയത്. പാലക്കാട് കല്ലേക്കാട് സിപിഎമ്മും ബിജെപിയും ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുകയായിരുന്നു. വീടുകളിൽ കയറി ആക്രമിക്കുന്നതായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. കെഎസ്യു പ്രവർത്തകന്റെ കണ്ണ് തകർത്തു. ജില്ലയിൽ വൻ മുന്നേറ്റമുണ്ടാകാൻ യുഡിഎഫിന് ഇത്തവണ കഴിയും. ജില്ലാ പഞ്ചായത്തിൽ പരമാവധി സീറ്റുകൾ പിടിക്കാനുമാവും. പാലക്കാട് നഗരസഭയും തിരിച്ചുപിടിക്കും. പാലക്കാട് നഗരസഭ ഉൾപ്പെടെ 5 നഗരസഭകളിലും 50ഓളം ഗ്രാമപഞ്ചായത്തുകളിലും യുഡിഎഫ് ഭരണത്തിലെത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 100% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പഞ്ചായത്തിൻ്റെ ഇരട്ടി പഞ്ചായത്ത് ഈ പ്രാവശ്യം യുഡിഎഫ് പാലക്കാട് ജില്ലയിൽ നേടിയിരിക്കും. മുനിസിപ്പാലിറ്റി പാലക്കാട് ജില്ലയിൽ യുഡിഎഫിന് ആകെ ഒരു മുനിസിപ്പാലിറ്റി മണ്ണാക്കാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു സംശയം വേണ്ട, ഒരു 5 മുനിസിപ്പാലിറ്റി വരെ ഉറപ്പായിട്ടും നേടിയിരിക്കും, പാലക്കാട് നേടിയിരിക്കും. ജില്ലാ പഞ്ചായത്ത് ഒരു മെമ്പറാണ് ഉള്ളത്. അതിൻ്റെയൊക്കെ എണ്ണം 2 എണ്ണം തികക്കത്തക്ക വിധത്തിലുള്ള വിജയം ഉണ്ടാവും, 2 അക്ഷരം തികത്തക്ക വിധത്തിൽ. അപ്പോൾ നല്ല വിജയം പാലക്കാട് ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലെല്ലാം റെക്കോർഡ് വിജയം പാലക്കാട് ജില്ലയിൽ യുഡിഎഫ് നേടും. പിന്നെ ഒരു കാര്യം, ഈ കഴിഞ്ഞ ഈ സംഭവത്തിൽ ഇപ്പോൾ വണ്ടാഴിയിൽ ഒരു സ്ഥാനാർത്ഥിയെ, 11ാം വാർഡ് സ്ഥാനാർത്ഥിയെ വീട്ടിൽ കയറി ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള അവർ ആക്രമിച്ചൊരു കുട്ടി, 1 വയസ്സായ കുട്ടി ആക്രമിച്ചു. വളരെ വളരെ നീചമായിട്ടുള്ള, ഇന്ന് വരെ കാണാത്ത വിധത്തിൽ വീട്ടിൽ കയറി ആക്രമിച്ചതിന് ഒരു ഒഫൻസ് പറയുകയാണ്. പക്ഷെ അതിന് SP ഒക്കെ നന്നായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പോലീസുകാർ മുഴുവൻ വേണ്ട പോലെ ആ പ്രതികളെ ശിക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ കോട്ടായിൽ ഇന്നലെ ഒരു 150 ആളുമായിട്ട് ജയരാജ് പറയുന്ന ബ്ലോക്ക് സ്ഥാനാർത്ഥിയായ LDFിൻ്റെ സ്ഥാനാർത്ഥി, നമ്മുടെ റഷീദ്, അതുപോലെ സതീഷ് പറയുന്ന ഒരു വീട്ടിൽ കയറി ആക്രമിച്ചു. റഫീക്ക് ചാടി രക്ഷപ്പെട്ടത് പള്ളിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചു. ഇല്ലെങ്കിൽ അവനെ കയറി ആക്രമിച്ചേനെ, പള്ളിയിൽ പോയി ഒളിച്ച് പിന്നെ വന്നു. പക്ഷേ പിന്നെ നമ്മൾ 10-200 ആളുകൾ വന്ന് പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. അപ്പോൾ SP എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യും എന്ന ഉറപ്പിൻ്റെ പേരിലാണ് അവർ പിരിഞ്ഞു പോയത് കോട്ടയിൽ. അപ്പോൾ വ്യാപകമായിട്ട് കള്ളവോട്ടും അക്രമം CPMൻ്റെ ഭാഗത്തുണ്ടായി. രാരി അതുപോലെ തന്നെ എൻ്റെ അന്വേഷണം, ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ്. ഒരു കണ്ണ് വളരെ അപകടം വന്നിട്ടുള്ള അജ്മൽ പറയുന്ന ഒരു KSUക്കാരന് ആക്രമണം ഉണ്ടായിരുന്നു. അത് ഗോവ മെഡിക്കൽ സെൻ്ററിൽ നിന്ന് രാത്രി പോയതാണ്. അവർ ചോദിക്കുമ്പോൾ ഒരു സംഭവം നടന്നിട്ടില്ല. രാത്രി ഞങ്ങൾ വാൾ പോസ്റ്റ് പോയിട്ട് ഇങ്ങനെ പോവുകയാണ്. പോയി 2-3 ഒരോടെ BJP, ഒരോടെ CPM. അത് മാത്രമല്ല, ഒരു വീട്ടിൽ കയറി, DC സെക്രട്ടറി വീട്ടിൽ കയറിയിട്ട് പോലും കല്ലെറിഞ്ഞിട്ടിരിക്കുക. കണ്ണങ്ങനെ വളരെ അപകടഘട്ടത്തിൽ. അത് KC ഇടപെട്ടിട്ടാണ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ വ്യാപകമായിട്ട് ഇവർ ഒന്നിച്ചും ആക്രമിക്കുന്നുണ്ട്, സംഘടിതമായിട്ട് എല്ലാവരും ആക്രമണം നടന്നിട്ടുണ്ട്. കള്ളവോട്ട് വ്യാപകമായി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾ പറയുന്നു റെക്കോർഡ് ഭൂരിപക്ഷം ഈ പ്രാവശ്യം വരും. UTV ന്യൂസ്, പാലക്കാട്.